മദീന പള്ളിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഗൗരവമായ ആലോചനയിലാണ്. യുദ്ധങ്ങളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവർ രക്തസാക്ഷികളാവുന്നു. അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്നേക്കുമായി സംരക്ഷിക്കപ്പെടണം. ഈ വലിയ ദൗത്യം ആരെ ഏൽപ്പിക്കും? അവർ തിരഞ്ഞെടുത്തത് ഒരു യുവാവിനെയാണ്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ ഹൃദയസ്പർശിയായ നിമിഷം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സെയ്ദിനെ വിളിച്ചു പറഞ്ഞു, സെയ്ദ്, നീ വിവേകമുള്ള ഒരു യുവാവാണ്. നിന്നെ ഞങ്ങൾക്ക് സംശയമില്ല. നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വഹി എഴുതിയിരുന്നവനല്ലോ. അതുകൊണ്ട് നീ ഖുർആൻ വചനങ്ങൾ തേടിപ്പിടിച്ച് ഒരിടത്ത് ക്രോഡീകരിക്കുക. ഈ വാക്കുകൾ കേട്ടപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു ശരിക്കും നടുങ്ങിപ്പോയി. അദ്ദേഹം പിൽക്കാലത്ത് ആ നിമിഷത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്നും ചരിത്രത്തിൽ തങ്ങി നിൽക്കുന്നു. ഒരു പർവ്വതം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് അവർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ ഖുർആൻ ക്രോഡീകരിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പമാകുമായിരുന്നു. കഠിനാധ്വാനത്തിൻ്റെ നാളുകൾ ഭയം കൊണ്ട് സെയ്ദിൻ്റെ കൈകൾ വിറച്ചു. ഓരോ വചനവും രേഖപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹം 2 സാക്ഷികളെ തേടി. ഈ തപ്പനമട്ടലുകളും കല്ലുകളിലും എഴുതി വച്ച വചനങ്ങൾ അദ്ദേഹം ശേഖരിച്ചു. വെറുമൊരു ശേഖരണമായിരുന്നില്ല അത്. ഓരോ അക്ഷരവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് തന്നെയാണെന്ന് 100% ഉറപ്പുവരുത്താൻ അദ്ദേഹം അഹോരാത്രം പരിശ്രമിച്ചു. സ്വന്തം ബുദ്ധിയിലോ ഓർമ്മശക്തിയിലോ മാത്രം അദ്ദേഹം വിശ്വസിച്ചില്ല. മറിച്ച് അങ്ങേയറ്റത്തെ വിനയത്തോടെയും സൂക്ഷ്മതയോടെയും അദ്ദേഹം ആ ദൗത്യം പൂർത്തിയാക്കി. ഇന്ന് നമ്മുടെ കൈകളിലിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പിന്നിൽ ആ യുവാവിൻ്റെ കണ്ണീരും വിയർപ്പും അർപ്പണബോധവുമാണ്. അറിവിനോടുള്ള സെയ്ദ് ബിൻ സാബിത്തിൻ്റെ ഈ ആവേശമാണ് അദ്ദേഹത്തെ ഉമ്മത്തിൻ്റെ പണ്ഡിതൻ ആക്കി മാറ്റിയത്. ലോകാവസാനം വരെ മുസ്ലിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ അക്ഷരത്തിലും ആ വിശ്വസ്തനായ യുവാവിൻ്റെ പുണ്യമുണ്ടാവും ഇൻഷാ അല്ലാഹ്.